അധ്യാത്മരാമായണം ആരണ്യകാന്ഡം ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ മോക്ഷ മാർഗത്തെ അറിയുവാൻ രാമദേവനോടായി അപേക്ഷിച്ചു. മനസ്സിരുത്തി കേട്ടാൽ രഹസ്യമായ ഈ ഉപദേശം നൽകാമെന്ന് രാമദേവൻ പറഞ്ഞു. പരമാത്മാവ് എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനെ സ്വാധീനിക്കുന്നതായ ഭയങ്ങൾ തുടങ്ങിയുള്ളവയെല്ലാം ഇല്ലാതെയാകുന്നതാണ്. സംസാര ദുഃഖത്തിൻ്റെ മുഖ്യ കാരണം ഞാൻ ആത്മാവെന്ന തെറ്റിദ്ധാരണയാണ്. മായയ്ക്ക് രണ്ട് രൂപങ്ങൾ, വിക്ഷേപം, ആവരണം എന്ന് ഇങ്ങനെ. അതിൽ വിക്ഷേപം ജീവനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. സ്ഥൂലവും സൂക്ഷ്മവും മായാപ്രപഞ്ച സൃഷ്ടികളിൽ തെറ്റായി തോന്നിപ്പിച്ച് ലൗകിക സുഖങ്ങളിൽ തളച്ചിടുന്നതുമായ അവിദ്യയാണ് ഇത്. എന്നാൽ ആവരണമെന്ന മായാരൂപം ഇവയിൽ നിന്നും മോചനം നൽകി പരമാനന്ദത്തെ നൽകുന്നതാണ്. വിദ്യയെ പ്രദാനം ചെയ്ത് മോക്ഷപ്രാപ്തിയും നൽകുന്നു. പ്രപഞ്ച സത്യം മറന്ന് കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇന്ന് ഇവിടെ ജീവന് ഈ അവസ്ഥ സൃഷ്ടിക്കുന്നു. മനസ്സിലെ ചിന്തയ്ക്കോ പവിത്രമെന്ന് കരുതുന്ന ശരീരത്തിനോ ശാശ്വത നിലനിൽപ്പ് ഇവിടെ ഇല്ല. പഞ്ചഭൂത നിർമ്മിത ശരീരത്തിന് ബന്ധം, മോഹങ്ങൾ ഇവ മായയുടെ കളികൾ മാത്രമാണ്. 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും ചേർന്നുള്ള ശരീരം അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, മൂലപ്രകൃതി ഇവ ചേർന്നുള്ളതാണ്. ഇതിൽ ജീവനെന്നത് ശരീരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും ബന്ധം ഇല്ലാത്തതും വ്യത്യസ്തവുമായും രോഗമോ നാശമോ ഇല്ലാത്തതും പരമാത്മാവിൻ്റെ അംശവുമാണ്. പരമാത്മാവും ആത്മാവും ഒന്ന് തന്നെയാണ്, പേരിൽ മാത്രം വ്യത്യസ്തം. ആത്മജ്ഞാനവും ചിത്തശുദ്ധിയും നേടി മനഃശുദ്ധി, ക്ഷമ, ഗുരുസേവയും ഭക്തിയും ധർമ്മനിഷ്ഠ, മനസ്സ്, വാക്കുകൾ, ശരീരങ്ങളെ അടക്കി നിയന്ത്രിക്കുക, ജനനം, മരണം, വാർദ്ധക്യം ഈ ചിന്തകൾ ഒഴിവാക്കി അഹങ്കാരമില്ലാതെ സമഭാവനയോടെ പെരുമാറുക. ഈ കാണുന്ന വിശ്വം നിറഞ്ഞു നിൽക്കുകയാണ് പരമാത്മാവ്. രാമമന്ത്രം സദാ ജപിക്കണം. മക്കൾ, ഭാര്യ, ധനം തുടങ്ങിയവയിലെ ആസക്തി ഉപേക്ഷിക്കുക. ലഭ്യമായതിൽ തൃപ്തി വരണം. ശുദ്ധമായ സ്ഥലത്ത് പരമാത്മാവിനെ ധ്യാനിച്ചു മുഴുകുക. പ്രാകൃതരായവരിൽ നിന്നും അകർന്ന് വസിക്കുക. യഥാർത്ഥ ജ്ഞാനമുറയ്ക്കാൻ വൈദിക കർമ്മങ്ങൾ ഈശ്വരനിൽ സമർപ്പിക്കുക. ജ്ഞാനമുറച്ചാൽ മനസ്സിലെ സംശയങ്ങൾ, വികലചിന്തയും ഇല്ലാതെയാകുന്നതാണ്. ശരീര സംബന്ധിയായ കർമ്മങ്ങൾ ആത്മാവ് ബന്ധുവാകുന്നില്ല ഒരിക്കലും. ആത്മാവ് ശുദ്ധമായ ബോധമാണ്, അവ്യക്തവുമാണ്. അദ്വൈത ദർശനം, തത്വമസി പോലെയുള്ള മഹൽ വാക്യങ്ങൾ ജീവനും പരമാത്മാവും ഏകമെന്ന് അറിയിക്കുന്നതാണ്. സർവവ്യാപിയും എല്ലാറ്റിനും ആധാരവുമായ ഈശ്വരനെ ദർശിക്കാൻ യോഗികൾക്ക് മാത്രമേ കഴിയൂ. ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേർതിരിക്കുന്ന അജ്ഞാനം അകന്നാൽ മുക്തി വന്നു ചേരുന്നതാണ്. അഹങ്കാരം വെടിഞ്ഞ് ശരീരമല്ല ഞാൻ ആത്മാവെന്ന് തിരിച്ചറിയണം. ഭക്തിയിലൂടെ ലയിക്കുന്നതാണ് മോക്ഷം. ഭക്തസമ്പർക്കം, ആദരിക്കൽ, സേവനം, വ്രതാനുഷ്ഠാനം, ഭഗവത് ധ്യാനം, ദാനങ്ങൾ, ഈശ്വര കഥകൾ, ലീലകളും ഇവ ശ്രവിക്കുക. ഭഗവത് നാമങ്ങൾ പാടി പുകഴ്ത്തുക. ഇവ ഭക്തിമാർഗങ്ങളാണ്. ഉത്തമരായവരിൽ ഭക്തിയാൽ ആഗ്രഹങ്ങളകന്ന് ജ്ഞാനം താനെ വന്നു ചേരും. മോക്ഷവും ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നന്നായി ധരിക്കുക, രഹസ്യവുമാണ്. ഭക്തിയില്ലാത്തവരോട് പറയരുതാത്തതും എന്നാൽ പൂർണ്ണ വിശ്വാസിയായ ഭക്തനോട് ഉപദേശിക്കാവുന്നതുമാണ്. ഈ വരികൾ നിത്യം പാരായണം കൊണ്ട് അജ്ഞാനം നീങ്ങുമെന്ന്
ഭക്തിയാലുള്ള യോഗീശ്വരന്മാർക്ക് മോക്ഷം അവരുടെ കൈവെള്ളയിൽ തന്നെ ഉണ്ടാകുമെന്നും ഇങ്ങനെ പറയുന്നു. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപഭ്രമം എല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിയ സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപം അതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജു കണ്ടത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതും ഒന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിതേ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായത്
ദേഹം എന്ന് ഉണ്ടല്ലോ നാമം, എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം. പരമാത്മാ നിശ്ചലൻ നിരാമയൻ, ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യ ആക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യു ഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യാമിതി ജപത്തോടും പുത്രധാരാർദ്ധാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്തിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങൾ ഏതുമേ ഉണ്ടാകോല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നും മേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു. ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപാദാത്മാജ്ഞാനിക ത്വൽപാദാർദ്ധവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗത പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനാം ജ്ഞാനമാചാര്യശാസ്ത്രൗകോപദേ ശൈക്യജ്ഞാനം. ആത്മാനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ
സ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരുത്താനും നേത്രമുണ്ടാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപം ഉണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയും അധ മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുത മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിതമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യാ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായിതു നിനക്കെന്നാലേ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യില്ല ജ്ഞാനമകന്നു പോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തിയെന്ന് അറിഞ്ഞാലും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ